ഇന്ന് ലെഗ് ഡേ ആണ്. സോ ബേസിക്കലി ഞാൻ സാധാരണ ക്വാഡ്സ് വേറെ ഹാംസ്ട്രിങ്സ് വേറെ എന്നുള്ള, അതായത് ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും ക്വാഡ്സ്, പിന്നെ ക്വാഡ്സിന് ഒരു ദിവസം, ഹാംസ്ട്രിങ്സിനും ഗ്ലൂട്ട്സിന് ഒരു ദിവസം, അതിൻ്റെ കൂടെ 2 ദിവസവും കാർബ്സ് ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്യാറ്. പക്ഷെങ്കിൽ നിലവിലത്തെ ഒരു മെഡിക്കൽ റീസൺസ് കാരണം, അതായത് ചെറിയൊരു ബാക്ക് പെയിൻ കാരണം ഞാനത് മാറ്റി ഇപ്പം മിക്സായിട്ട് കൊടുക്കുകയാണ്. സോ ക്വാഡ്സ്, ഹാംസ്ട്രിങ്സ്, കാർബ്സ് ആൻഡ് ഗ്ലൂട്ട്സ് എല്ലാം ഞാൻ ഒരു ലെഗ് ഡേയിൽ തന്നെ ആക്കാനുള്ള ശ്രമമാണ്. അഡക്ഷൻ ചെയ്യണമെന്നുണ്ട്. ഇന്ന് കുറേ ആയി ഞാൻ അഡക്ഷൻ ചെയ്തിട്ട്. ലാസ്റ്റ് ടൈം അഡക്ഷൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ അഡക്ഷൻ മെഷീൻ്റെ, അത് പൊട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. സോ അതെന്തായാലും ഇപ്പോൾ അടുത്തൊന്നും നന്നാക്കില്ല. ബട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കളിക്കാം. നമ്മൾ കൈ കൊണ്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പിടിച്ച് വെക്കണം. അപ്പം ആ ഒരു മെഷീൻ ആ ഒരു ചെറിയ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ അഡക്ഷൻ നോക്കിയിട്ട് ഞാൻ ചെയ്യുള്ളൂ. ആൻഡ് ഓൾസോ എന്തെങ്കിലും കേസിൽ നമ്മളിപ്പോൾ ഒരു സ്ട്രാപ്പ് കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ അങ്ങനെ തന്നെ ആകാശത്തെത്തും വെയിറ്റ് ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു റിസ്ക്കാണ്. അന്നേരം ബാക്ക് പെയിനൊക്കെ വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നോക്കിയിട്ട് ചെയ്യണം. ആൻഡ് വേറെന്താണ്, സോ സ്ക്വാഡ്സ് ഞാൻ കഴിഞ്ഞ തവണ വെർച്വൽ സ്ക്വാഡ്സ് എന്നുള്ളത് ഞാൻ കാറിൽ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ എത്തിയപ്പോൾ ചേഞ്ച് ഓഫ് പ്ലാൻസ് ബിക്കോസ് ഓഫ് റഷ്. അവിടെ സ്ക്വാഡ്സിൻ്റെ ആ ഒരു റാക്ക് തന്നെ കിട്ടാൻ ഒരു റാക്കേ ഉള്ളൂ നമ്മുടെ ജിമ്മെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. മറ്റ് ജിംസൊക്കെ നോക്കുമ്പോൾ 2-3 സ്ക്വാഡ് റാക്സൊക്കെ ഉണ്ടാവും. പിന്നെ അതാണ്. അപ്പം ഇവിടെ അതില്ല. ഇവിടെ ഒരു ചെസ്റ്റ് ബെഞ്ചാണുള്ളൂ, ഫ്ലാറ്റ് ബെഞ്ച്. പിന്നെ എല്ലാം ഇൻക്ലൈനും ഡീക്ലൈനും ഒക്കെയാണ്. ഡീക്ലൈനൊക്കെ വേസ്റ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഡീക്ലൈൻ ചെസ്റ്റൊക്കെ ഞാനൊന്നും ഇതുവരെയൊന്നും കളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ, അതായത് ട്രെയിനർമാർ ഇങ്ങനെ പറയും അത് ചെയ്തു അത് നൈസാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യിപ്പിച്ചതല്ലാതെ ഞാൻ ഡീക്ലൈൻ പ്രസ് ഇങ്ങനെ എന്താ പറയുക ചെരിഞ്ഞ് കിടന്നിട്ടുള്ള ഡീക്ലൈൻ പ്രസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണ് എൻ്റെ മസിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല. അത് ഹൈപ്പർട്രോഫി ആവുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. സോ അത് ഞാനിപ്പം കാലങ്ങളായി, മേ ബി ലൈക്ക് 4 to 5 years ആയി ഞാനത് ചെയ്തിട്ട്. ആൻഡ് അതുപോലെ തന്നെ ചില മെഷീൻസ് ഉണ്ട് വേസ്റ്റാണ്. ഒന്നിനും ട്രൈസെപ്സിൻ്റെ തന്നെ അവിടെ ഒരു വേറൊരു വേരിയേഷനിലുള്ള മെഷീൻ ഉണ്ട്, അതായത് ബാക്കിൽ ചാരാൻ പറ്റാത്ത ഒരു ടൈപ്പ് മെഷീൻ. അതിൻ്റെയൊക്കെ യൂസ് എനിക്ക് മനസ്സിലാവുന്നില്ല, അതൊന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പം ചില കമ്പനീൻ്റെ പരാജയങ്ങളായ കുറേ മെഷീൻസ് ഉണ്ട്. ഈവൻ ജെറായിൻ്റെത് പോലും പരാജയപ്പെട്ട മെഷീൻസ് ഉണ്ട്. ഒരു ബാക്ക്, ഞാൻ മുമ്പത്തെ ജിമ്മിൽ ഒരു ബാക്കിന് വർക്കൗട്ട് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെസ്റ്റ് സപ്പോർട്ടഡ് ആണെങ്കിൽ പൊളിക്കുമായിരുന്നു. പക്ഷേ ചെസ്റ്റ് സപ്പോർട്ടല്ല, ഡയറക്റ്റ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കില്ല. അത് എന്തൊക്കെയോ ഒരു രീതിയിലുള്ള ആ സെയിം മെഷീനാണ് മറ്റേ വേരിയൻറ്റിൽ വരുന്നത്. അതായത് ക്ലോസ് ഗ്രിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പുൾ ചെയ്യുന്നില്ല, ആ വേരിയൻറ്റ് സെയിം എഫക്റ്റാണ് അതിന് വരുന്നത്. സോ വൈ നീഡ് എക്സ്ട്രാ മെഷീൻ ഫോർ ദിസ്? അതെൻ്റെ മനസ്സിൽ ഉദിച്ചൊരു ചോദ്യമാണ്. എനിവേയ്സ്, ഞാൻ അങ്ങനെയാണെങ്കിൽ ജിമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ദെയർ ഇസ് നത്തിങ് മച്ച് ടു ടോക്ക്. ആൻഡ് ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജിമ്മിൻ്റെ അവസ്ഥ. ഈ ഒരു 2 ഫ്ലോറുള്ളതിൽ 1 ഫ്ലോറുള്ള അവസ്ഥയത്. സംഭവം നല്ല തിരക്കാണ്. അങ്ങനെ മെഷീൻ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യൽ ഇച്ചിരി മുഷ്കിലാണ്. ബട്ട് സ്റ്റിൽ വർക്കൗട്ട് ചെയ്തല്ലേ നോക്കൂ. സോ ബൈ ഹാംസ്ട്രിങ് കേൾസ് തുടങ്ങുന്നതാണ്. 60 സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പോയിട്ടൊരു വി വരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
60 സീന ഞാൻ അടുത്തൊരു 65-ലടിക്കും. Gurkha squats. So do 2-3 sets max. Mic correct ആക്കട്ടെ, അല്ലെങ്കിൽ മൈക്ക് പൊട്ടിപ്പോകും. ഇത്ര കയറ്റുണ്ടായിരുന്നു. തേർഡ് സെറ്റ് റെക്കോർഡിങ് ഓൺ ചെയ്യാണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെറ്റും കൂടി ഞാൻ ചെയ്യാം. ഞാൻ തേർഡ് സെറ്റ് നിർത്താൻ വെച്ച് ആ റെക്കോർഡ് ഓൺ ചെയ്യാൻ മറന്നു. ഇത് കഷ്ടപ്പെട്ടൊരു സെറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ഓൺ ചെയ്യാൻ മറന്നു. വിഷമം. മൈക്കിൽ പറയുന്നല്ലോ പൊറോട്ട. ഇച്ചിരി കൂടുതലാണ്. സെക്കൻഡ് സെറ്റ്. ഇതിലെന്തോ ഇങ്ങനെ
കയറിയിട്ടുണ്ട്. എൻ്റെ ഡിസ്ട്രാക്റ്റഡ് ആണ് ഞാൻ നല്ല രീതിയിൽ. രണ്ടാമത്തെ തവണയാണ് റെക്കോർഡ് ബട്ടൺ നെക്കാതെ ഞാനിത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ഞാൻ എക്സ്റ്റൻഷൻ ഒരു സെറ്റ് ചെയ്തു. ഞാൻ ഐ ഫോർഗോട്ട് ടു റെക്കോർഡ്. അറൗണ്ട് 20 reps. ഞാൻ വീണ്ടും ഇത് ചെയ്യാണ്. സോ ബേസിക്കലി എന്താ തലയിൽ കയറി കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. എല്ലാ ജിമ്മിൽ മാത്രമല്ല, പൊതുസ്ഥലങ്ങളിൽ, എന്തെങ്കിലും പ്രോഗ്രാംസ്, ഫംഗ്ഷനിൽ എല്ലാവിടെയും കാണും ഈ പാഷാണത്തി ക്രിമി എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു പെർസെൻറ്റേജ് വാണങ്ങൾ. അങ്ങനെ അവരോ ചെയ്യത്തില്ല, മറ്റുള്ളവരോട്ട് ചെയ്യാനും വിടത്തില്ല എന്നുള്ള പറയണം. ജിമ്മിൻ്റെ കാര്യത്തിൽ സെയിമാണ്. വർക്കൗട്ട് ചെയ്യില്ല, ഇങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നതിട്ടിട്ട് ഇങ്ങനെ ചൊറിയണം. ബേസിക്കലി അങ്ങനത്തെ രണ്ടും തന്നെ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ കണ്ടു ഒരു മാക്സിമം ചൊറവിലിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചൊറവിലിക്കുകയെന്ന് പറയാം. യുഎസിൽ എത്ര പേര് എൻ്റെ നാട്ടുകാരാണെന്ന് അറിയത്തില്ല. കണ്ണൂർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയാണത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ടാവും. സോ എൻ്റെ ഒരു തിയറി വെച്ചിട്ട് അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാം. അതിനുള്ള തണ്ടും ധൈര്യമൊക്കെ ഉണ്ട്. ഇതിന് ആവശ്യമില്ല, നമുക്ക് ടൈമില്ല. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ റിയാക്ട് ചെയ്യാൻ നിന്നതിനാൽ പിന്നെ അതിനാ ടൈം ഉണ്ടാവും. സോ ബെസ്റ്റ് ഓപ്ഷൻ മൈൻഡാക്കാതിരിക്കുക. അവർക്ക് ആ ഒരു റിയാക്ഷൻ നമ്മൾ കൊടുത്താലേ അവർക്ക് അതിനുള്ള എനർജി കിട്ടത്തുള്ളൂ. സോ ബേസിക്കലി അതാണ് എൻ്റെ മൈൻഡിൽ കയറി കൂടിയത്. പക്ഷെ ഞാൻ ഫോളോ ചെയ്തൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിലുള്ള ഒരു കോട്ട് പോലെ, നെവർ സ്റ്റാർട്ട് എ ഫൈറ്റ് ബട്ട് യു ഹാവ് ടു എൻഡ് ഇറ്റ്. ഒരിക്കലും ഒരു വഴക്ക് നമ്മൾ തുടങ്ങരുത്. പക്ഷേ അത് തീർക്കണം എന്നാണെങ്കിൽ നമ്മൾ തീർത്ത് കൊടുക്കണമല്ലോ. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഇറ്റ് ഹാസ് വർക്ക്ഡ് ലൈക്ക് എ ചാം ഫോർ മീ ഇൻ മൈ ലൈഫ്. വെറുതെ പോയിട്ട് നമ്മളൊന്നും പോയി തോണ്ടാനും പിടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അവർ തുടങ്ങിയാണെങ്കിൽ നമ്മൾ തീർത്ത് കൊടുക്കണം. സോ സെക്കൻഡ് സെറ്റ് 70 kg 60 10 reps അടിച്ചു. എന്നിട്ട് അതിലൂടെ 70-ലിട്ടിട്ട് ഒരു 10 reps കൂടി അടിച്ചു. ഞാനിപ്പോൾ 80-ലേക്ക് മാറുകയാണ്. തേർഡ് സെറ്റ്. ഈ സെറ്റും കൂടി കഴിഞ്ഞാൽ ഒരു സെറ്റും കൂടി. kgs ആണ്. ഫുൾ സ്റ്റാക്ക് അടിക്കുന്നില്ല. അടുത്ത സെറ്റ് ഫുൾ സ്റ്റാക്ക് അടിക്കാം. ഫുൾസ്റ്റാക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഇതിന് അത്യാവശ്യം നല്ല ടയറിങ് ആണ്. കാലിന് ഷിൻബോണ് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ഇത് കുഷൻ ശരിയില്ല. മുതലാളിനോട് പറയണം ജിമ്മിൻ്റെ കുഷൻ ശരിയില്ല. ഇടയ്ക്കൊരു വേറൊരു കോമഡി ഉണ്ടായി. നടക്കുന്ന നേരം ഇവിടുത്തെ ട്രെയിനറുടെ കൈയുണ്ട് ജോന് തട്ടിപ്പോയി. നാവ് മുറിഞ്ഞ്. അവൻ ഏതോ ലോകത്തായിരുന്നു, ഞാനും ഏതോ ലോകത്തായിരുന്നു. ഇതൊക്കെ പമ്പായിനല്ലോ.
ഇവിടെ നൽകി നടുവേന എടുക്കുന്നത് ആബ്സാ അത്ര വലിയ വെയിറ്റ് ഒന്നുമല്ല. കുറച്ച് റേഞ്ച് ഓഫ് മോഷൻ ഉള്ളതുകൊണ്ട് നല്ലോണം അറിയുന്നുണ്ട്. ഞാൻ എത്ര റേഞ്ച് ഓഫ് മോഷനിൽ കളിക്കലില്ല. ആൻഡ് ഓൾസോ ലാസ്റ്റ് 2 weeks ഞാൻ സിംഗിൾ ലെഗ് ഇതാണ് ചെയ്തത്, പ്രസ്സാണ് ചെയ്തത്. എത്ര മതി, റേഞ്ച് ഓഫ് മോഷൻ കൊടുക്കുന്നില്ല നടുവേനുള്ളതുകൊണ്ട്. അവനെ കണ്ട് മടുത്തിട്ടുണ്ടോ എല്ലാവർക്കും? അവൻ എല്ലാ വീഡിയോയിലും ഉണ്ട്. ഗൈസ്, ഇപ്പം വർക്കൗട്ട് കഴിഞ്ഞു. ഐ തിങ്ക് ഐ പുഷ് മൈസെൽഫ് എ ബിറ്റ് ടു ഫാർ. നടുവേദന എടുക്കുന്നുണ്ട്. നടുവേദന എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടില്ല, അതൊരു ട്രിഗർ പോയിന്റ് ആണ്. ആ ഒരു പോയിന്റിൽ മാത്രം ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് പെയിൻ. അപ്പോൾ എനിവേയ്സ്, ഞാൻ എന്തായാലും നാളെ ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ, ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു 2-3 days, മോസ്റ്റ് പ്രോബബ്ലി 2-3 days എനിക്കൊരു ബ്രേക്ക് എടുക്കണമെന്നുണ്ട്. ഓർ ഷുഡ് ഐ ഡു ഇറ്റ് ആഫ്റ്റർ മൈ ചെസ്റ്റ് ആൻഡ് ബാക്ക്? ബാക്കിനാണെങ്കിൽ തന്നെ ഞാൻ റോസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ദാറ്റ് കുഡ് എഫക്ട് മൈ വോട്ട് യു സേ ഫോർ ദാറ്റ്
ലോവർ ബാക്ക്. മൈ സ്പൈനല്ല ഇതെനിക്ക് ഇഷ്യൂ വന്നിട്ടുള്ളത്, സ്പൈനല്ല, ഇറ്റ്സ് എ ട്രിഗർ പോയിന്റ്. അങ്ങനെയാണ് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞത്. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് മീൻസ്. കുറേ ട്രിഗർ പോയിന്റ്സ് ഉണ്ട് ബോഡിയിൽ, അപ്പർ ബാക്കിലാണെങ്കിലും ലോവർ ബാക്കിലാണെങ്കിലും. അപ്പോൾ അതെങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഒരു ഇത് പിടികിട്ടുന്നില്ല. മേ ബി പോസ്റ്റ് കോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, മേ ബി ബിക്കോസ് ഐ ഡിഡ് ഇൻറ്റൻസ് എന്താ പറയുക റോയിങ് ഒക്കെ ഞാൻ ഒരു 50-60 kgs ഒക്കെ റെപ്സിൽ റോയിങ് വാമപ്പ് ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ലൈക്ക് ടു ഹെവി കമ്പയറിങ് മൈ സിറ്റുവേഷൻ റൈറ്റ് നൗ. ഞാനിപ്പോൾ ഒരു ബാർബൽ റോസ് ഒരു ഓഡീസ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 year ആവാൻ പോകുന്നതാണ്. ബിക്കോസ് ബാർബൽ റോസ് ഒന്നും എനിക്കാകുന്നില്ല തീരെ. എനിവേയ്സ് ബ്രേക്ക് എടുക്കണം ആൻഡ് ഒന്ന് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിക്കുകയും വേണം. അങ്ങനെയാണ് കാര്യങ്ങൾ. എനിവേയ്സ് എനിക്ക് ഇന്നെന്ത് പെയിൻ വരാനുള്ള കാരണം ആ ഒരു ലെഗ് പ്രസ് ഞാൻ ഇൻറ്റൻസീവ് ആയിട്ട് ഫോമും അതൊരു റേഞ്ച് ഓഫ് മോഷൻ ROM ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ചെയ്തത്. സോ ബേസിക്കലി എൻ്റെ നീസ് എൻ്റെ ചെസ്റ്റിൽ തട്ടുന്ന രീതിയിലാണ് ഞാൻ ലെഗ് പ്രസ് ചെയ്തത്. that could have made this issue. അപ്പം എന്തായാലും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം. എനിവേസ് ഞാൻ അങ്ങനെ ലോവർ ബാക്കിനെ ടച്ച് ചെയ്തൊക്കെ ഒന്നും ചെയ്തില്ല. ഐ ഡിഡ് സെർച്ചർ സ്ക്വാട്ട്സ് ഒരിക്കലും എനിക്ക് അതങ്ങനെ എഫക്റ്റ് ചെയ്യത് കൂടി ഇല്ലാത്തതാണ്. സെർച്ചർ സ്ക്വാട്ട്സ് ഫ്രണ്ടിലാണല്ലോ ബാർബൽ വരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ബാക്കിന് അങ്ങനെ പോകാറില്ല. ഐ ആം ഓൾസോ യൂസിങ് സേഫ്റ്റി ബെൽറ്റ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഉറക്കത്തായതാ. മേ ബി ഉറക്കത്താവാനുള്ള ചാൻസസും ഉണ്ട്. എന്നാലും എണീച്ച മുതൽ എനിക്ക് ചെറിയൊരു പെയിൻ പോലെ ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. സോ എന്തെങ്കിലും ചെയ്യണം. ചെസ്റ്റാണ് നാളെ മോസ്റ്റ് പ്രോബ്ലി ഞാൻ നാളെ ചെയ്യും. അവർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഐ വാണ്ടഡ് ടു ടേക്ക് സം റെസ്റ്റ്. ഇൻഫാക്ട് ഞാൻ ഇന്നലെ ഡേ ബിഫോർ യെസ്റ്റർഡേ ഞാൻ റെസ്റ്റ് ആയിരുന്നു. എനിവേസ് ദാറ്റ് ഡിഡ്ന്റ് കൗണ്ട്, ദാറ്റ് ഡിഡ്ന്റ് ഹെൽപ്പ് മീ മച്ച്. ആൻഡ് ഈ ഒരു കാർബ് കട്ട് ചെയ്യുന്നത് ഭയങ്കര സീനാണ്. ഞാൻ വീഡിയോ തുടങ്ങിയപ്പം മുതലുള്ള നിങ്ങൾക്ക് ആ ഒരു ഷെഡിങ് വീഡിയോ തുടങ്ങിയപ്പം പോയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്താൽ അറിയാം എനിക്കുള്ള കവിള്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ കവിളൊക്കെ കുറഞ്ഞു. ജിമ്മിലുള്ള എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ട്. സോ വീഡിയോസിലൊക്കെ അവൻ എന്നെ കുറേ എന്താ പറയുക സ്പോട്ട് ചെയ്യുന്ന പല വീഡിയോസും ഉണ്ട്. അപ്പോൾ അവൻ എന്നോട് ഇന്ന് പറഞ്ഞോണ്ട് നിൻ്റെ കവിളൊക്കെ ഫുള്ള് പോയി, നിൻ്റെ ബോഡി ആകെ മാറി ചുരുങ്ങി. വയറ് മാത്രം ചുരുങ്ങില്ല, ബിക്കോസ് ആബ്സിനെ ഇപ്പം കുറച്ച് കളിക്കൽ കുറവാണ്. ഈ നടു പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ മുഖമൊക്കെ ചുരുങ്ങി, ബോഡി കുറേ ഒതുങ്ങി. സോ ബൾക്കിങ്ങും കട്ടിങ്ങും തമ്മിലുള്ള ഒരു വലിയ ഒരു വിഷമാണത്. ബട്ട് ദാറ്റ്സ് എ ഫേസ്. ആൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഫേസും നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നില്ലല്ലോ. സംടൈംസ് യു ഹാവ് ടു സാക്രിഫൈസ് സംതിങ് ടു ഗെറ്റ് ദി അതർ. ലൈഫിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം അബ്രോഡ് പോകേണ്ടി വരും, എന്താ പറയുക, നല്ലൊരു ജോലിയും നല്ലൊരു ലൈഫും പെർസ്യൂ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്താ പറയുക ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നിൽക്കാം ആൻഡ് സർവൈവ് വിത്ത് വാട്ട് എവർ യു ഹാവ് ഹിയർ. ഇപ്പം നാട്ടിൽ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ജിം റിലേറ്റഡ് അല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ദാറ്റ് യു ഹാവ് ടു സാക്രിഫൈസ് സംതിങ് ഫോർ ദി അതർ. നാട്ടിലിപ്പം ഒരു സാലറീഡ് പേഴ്സൺ, മേ ഇറ്റ് ബി വാട്ട് എവർ, ലൈക്ക് എ സെയിൽസ് പേഴ്സൺ, അവൻ സ്റ്റാർട്ടിങ് ഒരു 8,000 to 15,000 റേഞ്ചിലാണ് ഇവിടെ നാട്ടിൽ കൊടുക്കുന്ന ശമ്പളം പെർ മന്ത്. ആൻഡ് വെൻ യു ഗോ ഫോർ ദ സെയിം ജോബ്, വെൻ യു ഗോ അബ്രോഡ്, ഫോർ എക്സാമ്പിൾ ദുബായ്, ഞാൻ ദുബായിലായിരുന്നു, ഒരു മിനിമം ഓഫ് 3,000 to 4,000 dirhams, അല്ലെങ്കിൽ 2,500, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വി ക്യാൻ കാൽക്കുലേറ്റ് 2,500 dirhams. ദാറ്റ്സ് ഈക്വൽ ടു 50, 55, 60,000 rupees. അപ്പം അന്നേരം നമ്മളൊരു സാക്രിഫൈസ് നമ്മൾ നൽകിയാണ് നാട്ടിൽ. ഈ ഒരു ജീവിതം എന്താ പറയുക, ഈ ഒരു എനിക്കൊക്കെ ഉമ്മാൻ്റെ ഭക്ഷണം, വീട്ടിലത്തെ ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതൊക്കെ ചിലപ്പോൾ സാക്രിഫൈസ് ആണ്. ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് കഴിക്കേണ്ടി വരും. കുക്ക് ചെയ്യാനൊന്നും അറിയാത്തവർക്കാണ്. ഞാനൊക്കെ കൂടുതലും കുക്ക് ചെയ്യാൻ ശ്രമിക്കാറാണ്. അതർവൈസ് ഐ വിൽ ഹാവ് മെസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പലവരായിട്ട് ഇല്ലീഗലായിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും എടുക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ്. സോ പലവരും അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിൽക്കാം, എനിക്ക് ഇത്ര കാശൊന്നും വേണ്ട, എനിക്കൊരു ലൈഫ് മതി. അബ്രോഡ് പോയിട്ട് വല്ലവൻ്റെ
എന്താ പറയാൻ, ഇങ്ങനെ താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പലരും ജീവിക്കുന്ന നാട്ടിലുണ്ട്. ചിലവർ പറയുമ്പോൾ എനിക്ക് നാട്ടിലേത് ഇതുകൊണ്ട് പൈസ മാത്രം മതി, സോ ഒരു 40-50 ഏജ് വരെ അവിടെ ഇങ്ങനെ ചിലവഴിക്കും. കണ്ടിട്ടുണ്ട് പലവരും. എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് വെൻ ഐ ഇനീഷ്യലി സ്റ്റാർട്ടഡ് ഇൻ ദുബായ്. അവരൊക്കെ നല്ല ഏജ് ഉണ്ട് അവർക്കൊക്കെ. ദേ സ്പെൻഡ് 3/4 ഓഫ് ദെയർ ലൈഫ് ഇൻ എ 6 feet ബെഡ്. 6 അടിയുള്ളൊരു ബെഡ് മാത്രമാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് അവിടെ. ബാക്കിയെല്ലാം നാട്ടിൽ വലിയ പണിമാളികയൊക്കെ പണിത് വെച്ചിട്ടുണ്ടാവും. മക്കൾക്ക് കൊള്ളാം. അപ്പം അങ്ങനെയാണ്. Enough of my TED talk for today. So yeah, I reached my home. So thank you guys. Thank you for watching my video. So until next video, stay tuned. See you guys. Bye bye.